ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു മുളകച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മാസങ്ങളോളം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുളകച്ചാറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മുളകച്ചാറ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലെ പുറത്തുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ പച്ചമുളകെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് വട്ടത്തിനൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. തീരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കടായി ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, അതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് വറുക്കണം. വളരെ പെട്ടെന്ന് തന്നെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങും. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയും സമയം ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ഇതുപോലെ ക്രഷ് ചെയ്ത് വേണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. വീണ്ടും നമുക്ക് അതേ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അച്ചാർ നല്ലെണ്ണയിൽ വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പച്ചമുളകിൻ്റെ പുറം ഭാഗമൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ കളറ് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ പച്ചമുളകിലുണ്ടാകുന്ന ആ ഒരു അധികമായിട്ടുള്ള ഒരു എരിവൊന്ന് മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പച്ചമുളകിലൊട്ടും വെള്ളം ഉണ്ടാകരുത്. വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റായിട്ട് ഞാൻ ഇതൊന്ന് വറുക്കുകയാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതുപോലെ നമ്മുടെ മുളകിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വന്നു തുടങ്ങും, ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മുളക് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കൂടി നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും അച്ചാറിന് നമ്മൾ കുറച്ചധികം എണ്ണ ചേർക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 15ഓളം വെളുത്തുള്ളി അല്ലി ഉണ്ട് കേട്ടോ. കൂടെ തന്നെ അത്യാവശ്യം വലിയ പീസ് അളവിലൊരു ഇഞ്ചിയും കൂടി എടുത്തിട്ട് അതും കൂടി നീളത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണ്. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാവുന്നതാണ്. കുറച്ച് വെച്ചിട്ട് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ. അതായത് ഒട്ടും തന്നെ എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരല്പം കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് അച്ചാറാണെങ്കിൽ കൂടി ഒരല്പം മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ കായപ്പൊടിയും ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. മസാലയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും, ഒരുപാട് സമയത്ത് വഴറ്റി കളയരുത്. ഈ ഒരു രീതിക്ക് നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ അച്ചാറിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരുപാട് ഉപ്പ് നമുക്കിതിലേക്ക് വേണ്ട. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാല എല്ലാം മുളകിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് യോജിച്ച് ചേർന്ന് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടിയാണ്. നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിന് നല്ലൊരു പുളി കൊടുക്കും. അതുപോലെ തന്നെ ഇതധികം നാൾ കേടാകാതിരിക്കാനും വിനാഗിരി നല്ലതാണ്.
ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് മുളകച്ചാറാണെന്ന് കരുതി ആ മുളകിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള എരിവൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. എൻ്റെ ഒരു പകുതി എരിവേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ പുറത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.